ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖല നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് കേരള ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. പ്രവാസി ദോഹ ബഷീർ പുരസ്കാരം കായിക പരിശീലകൻ OL തോമസിന്. ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ കോഴിക്കോട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ CA ദിനാചരണം. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് BMH മാസ്റ്റർ പ്രീമിയർ ലീഗ് ടെന്നീസ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ലോഗോ പുറത്തിറക്കി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. KSRTC ഓർഡിനറി ബസ്സുകളിൽ നടപ്പാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖല നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ബസ് ഉടമകൾ നിരാഹാര സമരം നടത്തി. ഈ ആവശ്യമുന്നയിച്ച് ജൂലൈ 20 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിലും 6 ദിവസത്തെ റിലേ സത്യാഗ്രഹ സമരം നടത്തുമെന്ന് ബസ് ഉടമകൾ അറിയിച്ചു. സ്വകാര്യ ബസ്സുകൾക്ക് നഷ്ടപരിഹാരം അനുവദിക്കുക, പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുക, പൊതുഗതാഗത രംഗത്ത് സ്വകാര്യ ബസ്സുകൾക്ക് തുല്യനീതി ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിരാഹാര സമരം നടത്തുക. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയ ശേഷം സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞെന്ന് ഉടമകൾ പറഞ്ഞു. പല സർവീസുകളും കനത്ത നഷ്ടം നേരിടുകയാണ്. ഗ്രാമീണ മേഖലകളിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണെന്നും ഉടമകൾ വിശദീകരിച്ചു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ നടന്ന നിരാഹാര സമരം CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KT വാസുദേവൻ അധ്യക്ഷനായിരുന്നു. സൗജന്യം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബസ്സിന് 3000-4000 രൂപ കളക്ഷനിൽ കുറവുണ്ടാകുകയാണ്. നമ്മൾ ഈ സൗജന്യം കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. അതിനിടയിൽ ഗവൺമെന്റ് ടാക്സ് ഇനത്തിൽ 50% ഇളവ് തരുകയുണ്ടായി. വളരെയേറെ സ്വാഗതാർഹമാണത്. എന്നാൽ ദിനം പ്രതി 3000-4000 നഷ്ടപ്പെടുമ്പോൾ ഈ 50% ടാക്സ് ഇനത്തിൽ വന്ന ഇളവ് ഒരു ദിവസത്തേക്ക് സീറ്റ് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 125, 135, 140, 150 രൂപയാണ് ദിനം പ്രതി നിങ്ങൾക്ക് ഈ 50% ടാക്സ് ഇളവിൽ കൊണ്ട് കിട്ടുന്നത്. സെക്രട്ടറി ബീരാൻകോയ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി TV ഉണ്ണികൃഷ്ണൻ, കൗൺസിലർ N ശിവപ്രസാദ്, സലീം മടവൂർ, സലീം രാമനാട്ടുകര, ബിജു പൂതംകണ്ടി, K രതീഷ്, K ഷാജി, PP കുഞ്ഞൻ, മനോജ് നിർമ്മലാനന്ദ, E റനീഷ്, TV ബാബു, MS ഷാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രവാസി ദോഹ ബഷീർ പുരസ്കാരം കായിക പരിശീലകൻ OL തോമസിന്. 50,000 രൂപയാണ് പുരസ്കാര തുക. പുരസ്കാര സമർപ്പണം പിന്നീട് തുഞ്ചൻ പറമ്പിൽ നടക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. പ്രവാസി ദോഹ ബഷീർ പുരസ്കാരം ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവും കായിക പരിശീലകനുമായ തൃശൂർ പാവറട്ടി സ്വദേശി OL തോമസിന് നൽകും. അവാർഡ് സമർപ്പണം പിന്നീട് തുഞ്ചൻ പറമ്പിൽ നടത്തുമെന്ന് അനീസ് ബഷീർ, KS വെങ്കിടാചലം എന്നിവർ പറഞ്ഞു. നമ്മൾ ഈ പുരസ്കാരം ഏർപ്പെടുത്തിയ സമയത്ത് തന്നെ അതിലെ പ്രയോഗിച്ചത് വിവിധ മേഖലയിലെ പക്ഷേ വ്യാപരിച്ചിരുന്ന വിവിധ മേഖലയിലെ അതിൽ പ്രാവീണ്യം നേടിയ ആൾക്കാർക്ക് അത് സാഹിത്യം മാത്രമല്ല എഴുതുവാണോ കല, കായികം, ആദർശനം, അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർ ഇപ്രാവശ്യം പ്രവാസി ദോഹയിലെ അംഗങ്ങൾ തീരുമാനിച്ചത് ഒരു കായിക പരിശീലകൻ താരത്തിനാവട്ടെ. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും അർഹനായ ഒരാൾ OL തോമസാണെന്ന്. പുരസ്കാര ജേതാവായ തോമസ് നിർദ്ദേശിക്കുന്ന
പഠനത്തിൽ മികവ് പുലർത്തുന്ന ഒരു വിദ്യാർത്ഥിക്ക് പ്രൊഫസർ MN വിജയൻ സ്മാരക സ്കോളർഷിപ്പ് അവാർഡും ഇതോടൊപ്പം നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. അവാർഡ് ജേതാവിൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള മിടുക്കനായ വിദ്യാർത്ഥിക്ക് കൊടുക്കുന്ന അവാർഡ് അദ്ദേഹം തീരുമാനിക്കുന്ന ആൾക്ക് ഒരു വിദ്യാർത്ഥിയായിട്ടും കൊടുക്കണം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ കോഴിക്കോട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ദിനം ആചരിച്ചു. NIT കാലിക്കറ്റ് ഡയറക്ടർ ഡോക്ടർ പ്രസാദ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ചാർട്ടേഡ് അക്കൗണ്ടൻസി മേഖലയുടെയും അതിലെ പ്രൊഫഷണലുകളുടെയും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും സുതാര്യതയിലും ഉള്ള സംഭാവനയെ ആദരിക്കുക, പൊതുജനങ്ങളിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി തൊഴിൽ സംബന്ധിച്ച അവബോധം വളർത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് CA ദിനം ആചരിക്കുന്നത്. 1949 മുതൽ എല്ലാ വർഷവും ജൂലൈ 1-നാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ദിനം ആചരിക്കുന്നത്. ഹോട്ടൽ ഡെമോറയിൽ നടന്ന ചടങ്ങ് NIT കാലിക്കറ്റ് ഡയറക്ടർ ഡോക്ടർ പ്രസാദ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. First of all, I am grateful to Anand Mani for inviting me to this auspicious day where we have the glorious tradition of chartered accountants, all of you shaping the socio-economic landscape of our Bharat. Yours is a body, a parliament body. The NITs and IITs are also established by an act of parliament. Of course, we are much later. You are right from 1949. ICAI കോഴിക്കോട് ശാഖ ചെയർപേഴ്സൺ M. അദ്ഭുത ജ്യോതി അധ്യക്ഷയായി. മുതിർന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് MA ഗിരിധറിനെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച അംഗങ്ങളുടെ മക്കളായ ആൻമറിയ ജോൺ, പാർവതി ദീപക്, തീർത്ഥ സൂരജ്, നവതേജ് ബാലു എന്നിവരെയും അനുമോദിച്ചു. ICAI കോഴിക്കോട് ശാഖാ ഭാരവാഹികളായ രവി ചന്ദ്രശേഖർ, PA തങ്കച്ചൻ, N. വിനോദ്, സച്ചിൻ സജീന്ദ്രൻ, റാഷ അബ്ദുറസാഖ് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. മിഠായി തെരുവിലെ ഖാദി ഗ്രാമോദ്योग എംപോറിയം അങ്കണത്തിൽ ഞാറ്റുവേല മേളയ്ക്ക് തുടക്കമായി. വൈവിധ്യമാർന്നതും ഗുണനിലവാരമുള്ളതുമായ നിരവധി ഫലവൃക്ഷ തൈകൾ മേളയോടനുബന്ധിച്ച് വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ പച്ചക്കറി തൈകൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, ചകിരിച്ചോറ്, മൺപാത്രങ്ങൾ, ഔഷധ കഞ്ഞിക്കൂട്ടുകൾ, ആയുർവേദ മരുന്നുകൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവയുമുണ്ട്. നിറവ് വേങ്ങേരി, ഫാർമർ ഫസ്റ്റ് ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധ ഹോസ്പിറ്റൽ, മേഘ ഫെർബർ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും മേളയിൽ ഒരുങ്ങിയിട്ടുണ്ട്. ജൂലൈ 5 വരെ നീണ്ടു നിൽക്കുന്ന മേളയിലൂടെ ഖാദി തുണിത്തരങ്ങൾക്ക് മൺസൂൺ പ്രമാണിച്ച് 50% ഡിസ്കൗണ്ടും ലഭിക്കും. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ ഇതാ നിങ്ങൾക്കായി. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് നടത്തുന്ന BMH മാസ്റ്റർ പ്രീമിയർ ലീഗ് ടെന്നീസ് ക്രിക്കറ്റ് ടൂർണമെന്റ് ലോഗോ പ്രകാശനം ചെയ്തു. BMH ജനറൽ മാനേജർ ഡോക്ടർ V. അജേഷ് നമ്പ്യാർ, മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് പ്രസിഡന്റ് P. നൌഫൽ ഹസൻ എന്നിവർ ചേർന്നാണ് ലോഗോ പ്രകാശനം നിർവഹിച്ചത്. കളിക്കാർക്കും കുടുംബത്തിനുമുള്ള BMH പ്രിവിലേജ് കാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശന ചടങ്ങിൽ നടന്നു. ഓഗസ്റ്റ് 13 മുതൽ 16 വരെ നടക്കാവ് ഗെയിം ഓൺ ടർഫിലാണ് ടൂർണമെന്റ്. 30 ടീമുകൾ പങ്കെടുക്കും. 40 വയസ്സിന് താഴെ പ്രായമുള്ളവർ, 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലാണ് മത്സരം. ഇതിന്റെ വിജയം കൈവരിച്ച ആളുകൾ കളിക്കാൻ വീണ്ടും വന്നപ്പോൾ
നമ്മൾ 40 ബിലോ ടൂർണമെന്റും നടത്താൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഇത് കണ്ട് ആകർഷിച്ച് 50+, 50 വയസ്സിന്റെ മേലെയുള്ള ആളുകളും വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ 50+ കാറ്റഗറിയും നടത്താൻ തുടങ്ങി. അങ്ങനെ 3 കാറ്റഗറിയിലായി ഞങ്ങളിപ്പോൾ 30 ടീമുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ തന്നെ മാസ്റ്റേഴ്സ് കാറ്റഗറി നമുക്ക് 16 ടീമും, ജൂനിയേഴ്സ് കാറ്റഗറി 40 ബിലോ 9 ടീമും, നമ്മളെ സൂപ്പർ സീനിയേഴ്സ് 50+ കാറ്റഗറി നമ്മൾ ഇപ്പോൾ 5 ടീമുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കളിയും സൗഹൃദവും എന്ന ആശയത്തിലാണ് ഞങ്ങൾ ആരംഭിച്ചതെങ്കിലും ഇപ്പോഴത്തെ ലഹരിയും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള യുവാക്കളെയും ഇതിലേക്ക് ആകർഷിക്കുക എന്ന അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തോടെ തൂഫാൻ പരിപാടിയിലൂടെ നമ്മളും ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുകയും ഒരുപാട് ചെറുപ്പക്കാരെ നമുക്ക് കളിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു. ജൂലൈ 12-ന് ജയിൽ റോഡിലെ സ്പാൻ ഹോട്ടലിൽ താരലേലവും ട്രോഫി പ്രകാശനവും നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് സാധാരണക്കാരന്റെ ജീവിതം ദുരിതപൂർണമാക്കിയെന്നാരോപിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ കർഷക തൊഴിലാളികൾ പ്രതിഷേധിച്ചു. KSKTU നേതൃത്വത്തിൽ കോഴിക്കോട് BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൊഴിലുറപ്പ് അട്ടിമറിക്കെതിരെ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സമരങ്ങൾ സംഘടിപ്പിച്ചു. KSKTU നേതൃത്വത്തിൽ 17 ഏരിയ കേന്ദ്രങ്ങളിലും പ്രതിഷേധമുയർന്നു. കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലേക്ക് നടന്ന സമരത്തിൽ ഓരോ കേന്ദ്രങ്ങളിലും 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. KSKTU നേതൃത്വത്തിൽ കോഴിക്കോട് മാനാഞ്ചിറയിൽ BSNL ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ജില്ലാ കമ്മിറ്റി അംഗം TV നിർമ്മലൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ഈ രാജ്യത്തെ അശരണരും പാവപ്പെട്ടവരുമായിട്ടുള്ള ഗ്രാമീണ മനുഷ്യരുടെ ജീവിത നിലവാരത്തിൽ വലിയ രൂപത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. ആ പദ്ധതിയാണ് ഇന്നലെ ജൂൺ മാസം 30 ഇന്ത്യ രാജ്യത്ത് അവസാനിക്കുകയും ഇന്ന് ജൂലൈ മാസം 1-ാം തീയതി രാജ്യത്തിന്റെ മുന്നിൽ ഒരു പുതിയ പദ്ധതി മുന്നോട്ട് വരികയാണ്. അതിന്റെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നതിന്റെ പേര് തന്നെ മാറ്റി മഹാത്മാഗാന്ധിയെ ആ പദ്ധതിയിൽ നിന്നും എടുത്തുമാറ്റി പകരം BPG റാം എന്ന് പറയുന്ന ഒരു പേരിലാണ് പുതിയ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കുന്നത്. രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിന്റെയും RSSന്റെയും പിന്തുണയോടുകൂടി രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റിന്റെ സമീപനം ആരോടാണ്, അവരുടെ മനോഭാവം എന്താണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ നിയമം. നോർത്ത് ഏരിയ സെക്രട്ടറി OK ശ്രീലേഷ് അധ്യക്ഷനായിരുന്നു. ടൗൺ ഏരിയ സെക്രട്ടറി N ജിജു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MK ഷീബ, ബീന, ഷഹർബാനു തുടങ്ങിയവരും സംസാരിച്ചു. KSKTU ഫറൂഖ് ഏരിയ കമ്മിറ്റി നേതൃത്വത്തിലും ഫറൂഖ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രീ വളയനാട് ദേവീക്ഷേത്രത്തിലെ ചാന്താട്ട ഉത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. മാധ്യമപ്രവർത്തകൻ ദീപക് ധർമ്മടം എഴുത്തുകാരൻ അനിലിനു നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. പ്രശസ്തമായ ശ്രീ വളയനാട് ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ചാന്താട്ട മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. ക്ഷേത്രമുറ്റത്ത് നടന്ന ഭക്തി നിർഭരമായ ചടങ്ങിൽ 24 ന്യൂസ് ചാനൽ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ P അനിലിന് നൽകി പ്രകാശനം നിർവഹിച്ചു. ശ്രീവളയനാട് ക്ഷേത്രം ഒരുപക്ഷെ കോഴിക്കോടിൻ്റെ ചരിത്രത്തിൻ്റെ ഇതിഹാസത്തിൻ്റെ ഭാഗമാണ്. ഇവിടുത്തെ ഓരോ ചടങ്ങുകളും അത്രമേൽ പ്രധാനപ്പെട്ടതാണ്, അത്രയുമേൽ സവിശേഷമാണ്. മറ്റു പല ക്ഷേത്രങ്ങളിലും കാണാത്ത ശ്രേഷ്ഠമായ ഒരുപാട് ചടങ്ങുകളുണ്ട്. അതിലൊന്നാണ് ചാന്താട്ട്. ആ ചാന്താട്ടിൻ്റെ ബ്രോഷറാണ് ഇപ്പോൾ പ്രകാശനം ചെയ്തത്. അത് ചെയ്യാനുള്ളൊരവസരത്തെ തന്നെ അതൊരു ദേവിയുടെ നിയോഗമായി, ഒരു ഭാഗ്യമായി കാണുകയാണ്. ചാന്താട്ടം വലിയ വിജയമായി മാറട്ടെ, നിരവധി ഭക്തർ എത്തുന്ന ഒരു വലിയ ഉത്സവമായി മാറട്ടെ എന്നാശംസിക്കുന്നു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ ഇന്ദിരാകൃഷ്ണൻ മുഖ്യാതിഥിയായി. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ RS രാജേഷ്, ക്ഷേത്രം മാനേജർ കൃഷ്ണകുമാർ എന്നിവർ സംബന്ധിച്ചു. ആഗസ്റ്റ് 5-ന് ബുധനാഴ്ചയാണ് ചാന്താട്ടം. വട്ടോളി ഇല്ലത്ത് കുഞ്ഞിശങ്കരൻ മൂസതിന്റെയും നടുവിൽ പാട്ടില്ലത്ത് കേശവൻ മൂസതിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജാകർമ്മങ്ങൾ നടക്കുക. ഇതോടനുബന്ധിച്ച് അന്നേ ദിവസം വൈകിട്ട് കാഴ്ച ശീവേലിയും പോരൂർ ഉണ്ണികൃഷ്ണന്റെ തായമ്പകയും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മിഠായി തെരുവിലെ ഖാദി ഗ്രാമോദ്योग എംപോറിയം അങ്കണത്തിൽ ഞാറ്റുവേല മേളയ്ക്ക് തുടക്കമായി. വൈവിധ്യമാർന്നതും ഗുണനിലവാരമുള്ളതുമായ നിരവധി ഫലവൃക്ഷ തൈകൾ മേളയോടനുബന്ധിച്ച് വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ പച്ചക്കറി തൈകൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, ചകിരിച്ചോറ്, മൺപാത്രങ്ങൾ, ഔഷധ കഞ്ഞിക്കൂട്ടുകൾ, ആയുർവേദ മരുന്നുകൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവയുമുണ്ട്. നിറവ് വേങ്ങേരി, ഫാർമർ ഫസ്റ്റ് ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധ ഹോസ്പിറ്റൽ, മേഘ ഫെർബർ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും മേളയിൽ ഒരുങ്ങിയിട്ടുണ്ട്. ജൂലൈ 5 വരെ നീണ്ടു നിൽക്കുന്ന മേളയിലൂടെ ഖാദി തുണിത്തരങ്ങൾക്ക് മൺസൂൺ പ്രമാണിച്ച് 50% ഡിസ്കൗണ്ടും ലഭിക്കും. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ ഇതാ നിങ്ങൾക്കായി. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ GHSB 90 വാർഷികാഘോഷവും കുടുംബസംഗമവും നടത്തി. ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻ മിനി കെ ഉദ്ഘാടനം ചെയ്തു. GHSS ബേപ്പൂർ 1990 ബാച്ച് വാർഷികാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന GHSB 90 എന്ന പരിപാടിയുടെ ഉദ്ഘാടനം ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻ മിനി കെ നിർവഹിച്ചു. നമ്മുടെ മോഡൽ സ്കൂളിൽ കഴിഞ്ഞ വർഷം ഒരു ടീച്ചറിനെ ഒരു കുട്ടി തല്ലി. പക്ഷെ ടീച്ചർ കുട്ടിയെ തല്ലാൻ വേണ്ടി കൈയോങ്ങുന്ന അതേ സ്പോട്ട് തന്നെ ടീച്ചറിനെ എടുത്തിട്ട് അവൻ പെരുമാറുകയായിരുന്നു ചെയ്ത്. അന്ന് അത് കേസ് എൻ്റെ അടുത്താണ് വന്നത്. അപ്പോൾ എനിക്കൊക്കെ ശരിക്കും ആശ്ചര്യമാണ്. കാരണം കുട്ടികൾ ഇങ്ങനെ ടീച്ചർമാരെ തല്ലോ, കാരണം നമ്മുടെ കുട്ടിക്കാലം പോലെ അല്ല എന്നുള്ളത് അന്നൊക്കെ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ. അതിൽ നിന്നൊക്കെ എത്രയോ ബെറ്ററാണ് നമ്മുടെ ഈ അധ്യാപകരോട് ഇരിക്കുന്ന. കാരണം അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ നമ്മുടെ ഗുരുദക്ഷിണ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. 2025-26 SSLC +2 പരീക്ഷയിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും അധ്യാപകരെ ആദരിക്കലും ചടങ്ങിൽ നടന്നു. പ്രസിഡന്റ് M പ്രസാദ് അധ്യക്ഷനായിരുന്നു. അധ്യാപകരായ KP കാർത്തിയായനി, K വാസപ്പൻ, BV, EK കുമാരൻ, VK പാർവതി, VK കുമാരി, AK അബ്ദുൽ അസീസ്, UDLC M ബഷീർ, C ഉണ്ണി, സെക്രട്ടറി പ്രദീപ് വളപ്പിൽ, ഹാനിഷ് നടുവട്ടം, പ്രശാന്ത് നടുവട്ടം, ഗിരീഷ് എടക്കോട്ട്, സിദ്ധാർത്ഥൻ, K ദേവരാജൻ, അക്സ ഹാനിഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. നാടകപ്രവർത്തകൻ പത്മൻ പന്തീരാങ്കാവിനെ പാറക്കുളം യുവജന വായനശാല ആൻഡ് ആർട്സ് ക്ലബ്ബ് ആദരിച്ചു. നാടകരചയിതാവ് സതീഷ് K സതീഷ് ഉദ്ഘാടനം ചെയ്തു. ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. പത്മൻ പന്തീരാങ്കാവ് അനുസ്മരണം പാറക്കുളം യുവജന വായനശാല ആൻഡ് ആർട്സ് ക്ലബ്ബിൽ നടന്നു. നാടകപ്രവർത്തകൻ സതീഷ് K സതീഷ് ഉദ്ഘാടനം ചെയ്തു. വളരെ നാട്ടുമ്പുറത്തിൻ്റെ ഒരു മനസ്സിൽ അറിയുന്നത് ഒരു വല്ലാത്ത മനുഷ്യനാണ്. ഇപ്പം ഈ നദിയൊക്കെ നഗരം ആക്രമിച്ച് തുടങ്ങുമ്പോഴും എനിക്ക് നിങ്ങളോടൊക്കെ ഒരു വലിയ അപേക്ഷ, കാണുമ്പോൾ ഒരു ചിരി തരിക, ചേർത്ത് പിടിക്കുക. പപ്പേട്ടൻ അതായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് ടൗണിലുള്ളത് ആറ്റുകാരയിൽ വെച്ച് കാണുമ്പോൾ എവിടെയും സൈസായി ഇത്രയൊക്കെ ചോദിച്ചിട്ട് ഒരു ചിരിയുണ്ട്. പല്ലിക്കരത്തിലൂടെ വരുന്ന ആ ചിരിയും ആ ചേർത്ത് പിടിക്കലൊക്കെ ഞാൻ ആവോളം അനുഭവിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര, ടച്ച്. ഒരു മനുഷ്യൻ നമ്മളോട് പ്രകടിപ്പിക്കുന്ന അറ്റമില്ലാത്ത ആഴമില്ലാത്ത സ്നേഹം പപ്പേട്ടയിൽ നിന്ന് കോഴിക്കോടുകാർ അനുഭവിച്ചിട്ടുണ്ട്. ബഹുമുഖ പ്രതിഭയായിരുന്നു പപ്പേട്ടൻ. നടൻ, നാടകക്കാരൻ, നാടക പാട്ടുകാരൻ, സംഗീതം
അങ്ങനെ ഉടനീളം ആ ചോരയിൽ ഒരു കലയുടെ വിവിധ നിറങ്ങൾ സമന്വയിച്ചു വന്നൊരു മനുഷ്യൻ. ഗോപി എടത്തുവ അനുസ്മരണ പ്രഭാഷണം നടത്തി. ടി സജീവൻ അധ്യക്ഷത വഹിച്ചു. ധനരാജ്, ശിവദാസ് പന്തിരാങ്കാവ്, ജയപ്രകാശ് കാര്യാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പത്മൻ പന്തിരാങ്കാവിന്റെ തുടിത്തോറ്റം എന്ന ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പന്തിരാങ്കാവ്. ഫ്യൂച്ചർ സ്കോളേഴ്സ് ടാലന്റ് ക്വസ്റ്റ് ആദ്യഘട്ട പരീക്ഷ ജൂലൈ 19 നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് HSSൽ നടക്കും. കോഴിക്കോട് ജില്ലയിലെ 9 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി സെറീന ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പരീക്ഷ നടത്തുന്നത്. പരീക്ഷ എഴുതുന്നതിന് മാത്രമല്ല, അവരെ വളർന്നു വരുന്ന കാലഘട്ടത്തിലേക്ക് ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ തയ്യാറെടുപ്പിക്കാൻ വേണ്ടി പരിശീലനം കൊടുക്കാനും അതോട് ചേർന്ന് ക്വിസ് പ്രോഗ്രാം പോലെയുള്ള പരിപാടികൾ നടത്തി അതിലും അവർക്ക് പ്രാഗൽഭ്യം ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടിയാണ് ഫ്യൂച്ചർ സ്കോളേഴ്സ് ടാലന്റ് ക്വസ്റ്റിലെ കോർ സ്കിൽസ് അസസ്മെന്റ് ടെസ്റ്റ് ജൂലൈ 19 നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് HSSൽ നടക്കും. 9-10 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ജൂനിയർ വിഭാഗത്തിലും 11-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് സീനിയർ വിഭാഗത്തിലുമാണ് ടെസ്റ്റ് നടക്കുക. ഓരോ സ്കൂളിൽ നിന്നും 5 വിദ്യാർത്ഥികളെ വീതം പങ്കെടുപ്പിക്കാം. മികവ് പുലർത്തുന്നവരെ ഉൾപ്പെടുത്തി 2ാം ഘട്ടത്തിൽ ഫ്യൂച്ചർ സ്കോളേഴ്സ് ഡിസ്ട്രിക്ട് ക്വിസ് ചാമ്പ്യൻഷിപ്പ് നടത്തും. ക്ലാസ് 9 and 10 കാറ്റഗറി 1, 11 and 12 കാറ്റഗറി 2 ഈ വിഭാഗത്തിൽ വരുന്ന കുട്ടികളെ ഒരു അസസ്മെന്റ് ടെസ്റ്റിലൂടെ അവരുടെ കഴിവ് മനസ്സിലാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പൊതു കോമ്പറ്റീറ്റീവ് എക്സാം മത്സര പരീക്ഷകളിൽ കുട്ടികൾക്ക് തയ്യാറെടുക്കാനുള്ള ഒരു പ്രാവീണ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9444301964 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്ന് ട്രസ്റ്റ് ചെയർമാൻ PP സുധാകരൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ PM പ്രഭാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖല നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് കേരള ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. പ്രവാസി ദോഹ ബഷീർ പുരസ്കാരം കായിക പരിശീലകൻ OL തോമസിന്. ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ കോഴിക്കോട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ CA ദിനാചരണം. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് BMH മാസ്റ്റർ പ്രീമിയർ ലീഗ് ടെന്നീസ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ലോഗോ പുറത്തിറക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.